ഹലോ ഗായ്സ്, ഇന്നുള്ളത് ഒരു കിഡിലൻ സ്പോട്ടിലാട്ടോ. കൂളിമാട് നിന്ന് പൊറ്റശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഭാഗത്ത് നമ്മളെ കിഡിലൻ സ്പോട്ടാണ് കേട്ടോ അത്. ചായ ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ മനോഹരമായ കടികൾ, ടേസ്റ്റി ആയിട്ടുള്ള കടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു കിഡിലൻ സ്പോട്ടാണിത്. ഇവിടെ എന്ന് പറയുന്നത് വെറും ചായയും കടിയും കുടിച്ച് പോവുക എന്നുള്ളതല്ല, അതിലുപരി പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. 1 ഏക്കറോളം സ്ഥലത്ത് വാഴക്കൃഷി, അതിൻ്റെ കൂടെ മറ്റു കൃഷികളും നടത്തി, അതിൻ്റെ കൂടെയാണ് ഈ ഒരു ചായക്കട എന്ന് പറയുന്ന ഒരു കിഡിലൻ ആംബിയൻസ് ഉള്ള ഒരു കട ഓപ്പൺ ആക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണിത്. ഒരുപാട് വ്യത്യസ്ത തരം കടികളും അതേപോലെ ഒരു വിൻറ്റേജ് ലുക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പലഹാരങ്ങളും ചായയുമാണ് ഇവിടെ വ്യത്യസ്തമാക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓണറായിട്ടുള്ള ബഷീർക്കനോട് ചോദിക്കട്ടോ. ഇവിടെ എന്തൊക്കെയാണ് പുതിയ ഐറ്റംസുകൾ, വെറൈറ്റി? ഇവിടെ വെറൈറ്റി പറഞ്ഞാൽ സാധാ 13 ടൈപ്പ് കടികളുണ്ട്. അതിൽ ഐറ്റംസ് ആയിട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. ചില ദിവസം കാര്യമായിട്ട് പ്രധാനമായിട്ടും പോണത് നമുക്ക് ചീസ് ബോക്സ്, തുറക്കലപ്പം, പിന്നെ വെണ്ണസ്ക, അങ്ങനത്തെ കട്ട്ലറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റി കട്ട്ലറ്റ്. ഏതൊക്കെ? ചിക്കനാണ്, പക്ഷേ ഹോം മെയ്ഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, ആൾക്കാരെ ചോദിച്ചു വരും. പിന്നെ അവിടുത്തെ ഈ വാഴൻ്റെ ഇതൊക്കെ, വാഴന്നില്ല, ഒരു 4 ഏക്കർ കൃഷിയുണ്ട്. ആ കൃഷിയിൽ പിന്നെ ഫാം ടൂറിസം ടൈപ്പിലാണ് ചെയ്ത്. യാത്രക്കാരെയും പിന്നെ തൊട്ടടുത്തുള്ള കോളേജിലുള്ള കുട്ടികളെയും പിന്നെ റിലാക്സ് ആണ്. ഈ ഏരിയയിൽ ഇത്രയും യാത്രക്കാരും കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർ ഒന്ന് റിലാക്സ് ആയി ഇരിക്കാനും പിന്നെ യാത്രക്കാർക്ക് നമ്മുടെ കട ഇല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കാനുള്ള സൗകര്യം. ഇതെങ്ങനെ? പിന്നെ ഇത് നിങ്ങളെ സ്ഥലമാണോ? അല്ലല്ല, ഞാൻ ലീസിനുണ്ട്. കൃഷിയാണ്, ഒരു 4 ഏക്കറോളം കൃഷിയുണ്ട്. അതിൻ്റെ ഇടയിലുള്ള പിന്നെ ഈ പിന്നെ ഇതിലുണ്ടാവണ കൃഷിയിലെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇപ്പോൾ പിന്നെ ഏകദേശം പച്ചക്കറി, വത്തക്ക കഴിഞ്ഞു, പച്ചക്കറിയും കഴിഞ്ഞുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് പയറ്, പിന്നെ ഉള്ളത് പപ്പായ അല്ലേ? ലൊക്കേഷൻ അറിയാത്തവർക്ക് ലൊക്കേഷനും അതുപോലെ തന്നെ ഇവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരിട്ട് വിളിച്ച് പോരാവുന്നതാണ്. അവിടെ പിന്നെ കൃഷിയാണ്, ഇലക്ട്രീഷ്യനാണ് ഓൾറെഡി. അതിൽ കൃഷി ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മുക്കം മുനിസിപ്പാലിറ്റിയിൽ ഒരു 5 അംഗ സമിതി ഉണ്ട്. മുക്കം മുനിസിപ്പൽ ചെയർമാൻ, ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ കൃഷി ഓഫീസർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ, അതിൻ്റെ പ്രസിഡന്റാണ്. ഇത് മാത്രമല്ല, കൃഷി ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ആ ഒരു രീതിയിലാണ് ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ അത് റിലാക്സ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. 1 ഏക്കർ എന്നാണ് നമ്മൾ വിചാരിച്ചത്. 4 ഏക്കറോളം ഇവരുടെ സ്ഥലമുണ്ട് കേട്ടോ.